പഞ്ചാബിലെ അമൃത്സറിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് വൻ ആയുധശേഖരം കണ്ടെടുത്ത സുരക്ഷാ സേന ഇന്നലെ വൈകുന്നേരം അമൃത്സറിലെ ഭരോപാലിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ആയുധശേഖരം കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2 ഹാൻഡ് ഗ്രനേഡുകൾ, 3 തോക്കുകൾ, 6 മാഗസീനുകൾ, 50 വെടിയുണ്ടകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. പഞ്ചാബ് പോലീസുമായി സഹകരിച്ചു നടത്തിയ പരിശോധനയിലൂടെ ഒരു ഭീകരാക്രമണം തടയാൻ സാധിച്ചെന്ന് BSF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ആയുധശേഖരം പിടിച്ചെടുക്കുന്ന പ്രധാന ഓപ്പറേഷനുകളിൽ ഒന്നാണിത്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 ജീവനുകൾ നഷ്ടമായതിന് പിന്നാലെയാണ് സുരക്ഷാ സേന അതിർത്തികളിൽ സംരക്ഷണം ശക്തമാക്കിയത്. കഴിഞ്ഞ മാസവും അമൃത്സറിലെ സഹോവൽ ഗ്രാമത്തിൽ BSFും പഞ്ചാബ് പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലും ആയുധശേഖരം കണ്ടെടുത്തിരുന്നു. അന്ന് 450 കിലോഗ്രാം സ്ഫോടക വസ്തു, 5 ഗ്രനേഡുകൾ, 4 തോക്കുകൾ, 220 വെടിയുണ്ടകൾ, 2 റിമോട്ട് കൺട്രോളറുകൾ, ബാറ്ററി ചാർജർ എന്നിവയാണ് പിടിച്ചെടുത്തത്. അതേസമയം പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് സംശയിക്കുന്ന ഒരു കുടുംബത്തിലെ 4 പേരെ നാടുകടത്തുന്ന നടപടി തടഞ്ഞ ജമ്മു കാശ്മീർ ഹൈക്കോടതി. 4 പേരിൽ ഒരാൾ ഇന്ത്യൻ റിസർവ് പോലീസ് സേനയിലെ കോൺസ്റ്റബിൾ ആണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാരുടെ വിസ കേന്ദ്ര സർക്കാർ താൽക്കാലികമായി റദ്ദാക്കുകയും അവരെ നാടുകടത്തുകയും ചെയ്യുന്ന നടപടിയായിരുന്നു ഇന്ത്യ സ്വീകരിച്ചു വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 4 പേർ കോടതിയെ സമീപിക്കുകയായിരുന്നു. 4 പേരും ജമ്മു കാശ്മീരിലെ പൂഞ്ച് സ്വദേശികളാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് രാഹുൽ ഭാരതിയാണ് ഹർജി പരിഗണിച്ചത്. ഹർജിക്കാർ റവന്യൂ രേഖകളും പോലീസ് സർവീസ് രേഖകളും കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഇതോടെ ഇവരെ നാടുകടത്താനുള്ള തീരുമാനം കോടതി ഇടപെട്ട് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. തങ്ങൾ വർഷങ്ങളായി ഇന്ത്യയിലാണ് സ്ഥിരതാമസമെന്നും 2014 മുതലുള്ള റവന്യൂ രേഖകൾ കൈവശമുണ്ടെന്നും ഹർജിക്കാർ വ്യക്തമാക്കി. പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് ആരോപിച്ച് തെറ്റായി ലക്ഷ്യം വച്ചിരിക്കുകയാണെന്നും ഹർജി പരിഗണിക്കുന്നതിനിടയിൽ കോടതിയോട് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഇനിയും മടങ്ങാത്ത പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കനത്ത നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് തുടരുന്നവർ 3 വർഷം തടവോ 3 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 2 കോടിയോ അനുഭവിക്കേണ്ടി വരും. നിലവിൽ 9 നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം 537 പാകിസ്ഥാനികളെ അട്ടാരി അതിർത്തി വഴി നാടുകടത്തിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർ സംഭവത്തിന് 2 ദിവസം മുൻപ് ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്നുവെന്നും പഹൽഗാം കൂടാതെ മറ്റ് 3 കേന്ദ്രങ്ങൾ കൂടി ഇവർ ആക്രമണത്തിന് പരിഗണിച്ചിരുന്നതായും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരം ലഭിച്ചത്. ഭീകരർ ഏപ്രിൽ 15-ന് പഹൽഗാമിലെത്തുകയും ബൈസരൻ വാലി ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ആരുവാലി, പ്രാദേശിക അമ്യൂസ്മെന്റ് പാർക്ക്, ബേതാബ് വാലി എന്നിവയായിരുന്നു മറ്റു 3 ലക്ഷ്യങ്ങൾ. ഇവിടെയും ഭീകരർ നിരീക്ഷണം നടത്തിയിരുന്നുവെങ്കിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ദേശീയ അന്വേഷണ ഏജൻസി ഭീകരരെ സഹായിച്ചെന്ന് കരുതുന്ന ഏകദേശം 20ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ നിരീക്ഷണത്തിലാണ്. 4 പേർ ഭീകരർക്ക് നിരീക്ഷണത്തിന് മറ്റ് സഹായങ്ങൾ നൽകിയതിൽ നിർണായക പങ്ക് വഹിച്ചതായാണ് വിവരം. ആക്രമണത്തിന് മുൻപ് പ്രദേശത്ത് 3 സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട 2500-ലധികം വ്യക്തികളെ ചോദ്യം ചെയ്തു. ഇവരിൽ 186 പേരെ വിശദമായ ചോദ്യം ചെയ്യലിനായി സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.